Hello friends, welcome to 𝙑𝙗𝙚 channel. സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് പറയാൻ വന്നത് BSNLന്റെ ഒരു പുതിയ പ്ലാനിനെ കുറിച്ചാണ്. പുതിയതെന്ന് പറയാൻ പറ്റില്ല, ചെറുതായിട്ട് പുതിയതാണെന്ന് വേണമെങ്കിൽ പറയാൻ വെച്ചാൽ നമുക്കിപ്പോൾ പുതിയതായിട്ടൊരു അവരൊരു എന്താ പറയുക, നമുക്ക് നല്ലൊരു സ്പീഡും അതുപോലെ ഒരു OTT പ്ലാറ്റ്ഫോം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബണ്ടിൽ പോലത്തെ ഒരു പാക്കാണ് ഇപ്പോൾ അവർ റിലീസ് ചെയ്തിരിക്കുന്നത്. സൂപ്പർ സ്റ്റാർ പ്രീമിയം 1 എന്നാണ് അതിൻ്റെ പേരിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് പറയാം. നമുക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഏത് പ്ലാനാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അതിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നൊക്കെ പറയാം നമുക്ക്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലൂടെ തന്നെ ഒന്ന് ചെക്കൗട്ട് നോക്കി നോക്കട്ടെ. നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പേജ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയിക്കണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം മെസ്സേജറൊക്കെ നമ്മൾ ആക്റ്റീവാണ്. അതുപോലെ നമ്മൾ യൂട്യൂബ് കമൻറ്റ്സിലും ഫുൾ ആക്റ്റീവാണ്, നമ്മൾ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയിക്കണമെങ്കിൽ യൂട്യൂബ് കമൻറ്റ് ചെയ്താലും മതി, അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് ചെയ്താലും മതി. അതേപോലെ നമ്മുടെ ആമസോണിൽ നമ്മളൊരു സ്റ്റോർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ വേറിലൂടെ കാണിക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നമ്മുടെ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും അതുപോലെ ടോപ്പ് 5 കാറ്റഗറിയിലത്തെ എല്ലാത്തിനും ലിങ്കായിട്ട് നമ്മൾ ടോപ്പ് 5 കാറ്റഗറിയിലുള്ള ഹോം പേജ് പോലെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ആമസോണിൽ പോയി സെർച്ചിങ് കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് അതിൽ വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ചാനലിൽ സപ്പോർട്ടാണ്. ഒന്ന് സെർച്ച് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നമ്മുടെ ലിങ്ക് നമ്മൾ കൊടുക്കുന്നത് ഒന്ന് നമ്മുടെ എന്തായാലും ഹോം പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ്സ് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. പിന്നെ എക്സ്ട്രാ ചാർജൊന്നും ഇല്ലാണ്ട് തന്നെയാണ്. അപ്പോൾ ഡയറക്റ്റ് ആമസോണിൻ്റെ സാധനം തന്നെയാണ്. അപ്പോൾ പേടിക്കാനൊന്നും ഇല്ല, നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പറയാൻ വന്നത് BSNLന്റെ പുതിയ പ്ലാനിനെ കുറിച്ചാണ്. അപ്പോൾ സൂപ്പർ സ്റ്റാർ പ്രീമിയം 1 എന്നാണ് പേര്. പെർ മന്ത് 749 പ്ലസ് GST ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 100 Mbps ആണ് സ്പീഡ് വരുന്നത്, അതുപോലെ 1000 GB ആണ് ലിമിറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ 1000 GB ലിമിറ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് 5 Mbps സ്പീഡിൽ കിട്ടും. അൺലിമിറ്റഡ് പ്ലാനാണ്, എല്ലാം നമുക്കറിയായിരിക്കും. അതുപോലെ നമുക്ക് വോയിസും അതുപോലെ വോയിസ് കോൾസും ഇതൊക്കെ ഫ്രീ ആണ്. നമ്മുടെ എല്ലാ BSNL ഫൈബറിൻ്റെ പ്ലാൻസിൽ നമുക്ക് വോയിസ് കോൾസ് ഫ്രീ ആണ്, അതിലും ഫ്രീ ആണ്. പിന്നെ അതിൽ ഒരു പ്രത്യേകത വരുന്നത് വെച്ചാൽ ഇപ്പോൾ നമുക്ക് 90% വരാമെന്ന് വെച്ചാൽ 500 രൂപ വരെ നമുക്ക് ഫസ്റ്റ് മന്ത് റെൻറ്റിൽ ഡിസ്കൗണ്ട് കിട്ടും. അതുപോലെ തന്നെ നമുക്കിതിൽ OTT പ്ലാറ്റ്ഫോംസ് ഫ്രീ ആയിട്ട് ഇൻക്ലൂഡ് ആയിരുന്നുണ്ട്. അതായത് നമ്മുടെ C5 പ്രീമിയം, അതുപോലെ വൂട്ട്, അതുപോലെ എന്താ പറയുക സോണി ലൈവ്, അതുപോലെ FTV, ഇതൊക്കെ നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നൊരു പ്ലാനാണ്. അപ്പോൾ 749 പ്ലസ് GST വരുമ്പോൾ നമുക്കൊരു 900 സംതിങ്ങിൻ്റെ റേഞ്ചിൽ 950യുടെ താഴെ വരും നമുക്ക് GST അടക്കം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ അത്യാവശ്യം നമ്മുടെ OTT പ്ലാറ്റ്ഫോംസും അത്യാവശ്യം 100 Mbps സ്പീഡ് വേണവർക്കുള്ളൊരു നല്ലൊരു പ്ലാനാണ്. എനിക്ക് ആക്ച്വലി ഇതൊരു BSNL ഒരു മെയിൽ വന്നാണ് അപ്ഗ്രേഡ് ചെയ്തതെന്ന് ചോദിച്ചിട്ട് നമുക്ക് അപ്ഗ്രേഡേഷൻ മെയിൽ പോലെ വന്നതാണ്. അപ്പോൾ അതിലാണ് നമുക്ക് ഈ പ്ലാൻ അവർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ പ്ലാൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, 599 പ്ലാൻ 60 Mbps. നമ്മൾ OTT പ്ലാറ്റ്ഫോംസൊക്കെ സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് മൈഗ്രേറ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ 100 Mbps പ്ലാൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു പ്ലാനാണ്. എൻ്റെ ഒരു 60 Mbps പ്ലാനാണ്. പക്ഷേ എന്നാലും 60 Mbps ഇനഫാണ് കേട്ടോ. നമ്മുടെ TV കാണാനും കാര്യങ്ങളൊക്കെ ഇനഫാണ്. എനിക്ക് ശരിക്കും ആക്ച്വലി ഇനഫാണ്. ഞാനിപ്പോൾ അത് കാരണം ഇങ്ങനെ ഒരു സെക്കൻഡ് തോട്ടിൽ ഇരിക്കുകയാണ്. നമ്മളിപ്പോൾ മൈഗ്രേറ്റ് ചെയ്യണോ ട്രൈ ചെയ്ത് നോക്കണോ എന്നൊക്കെ വിചാരിച്ചിട്ട്. എന്ന് വെച്ചാൽ സോണി ലൈവ് ഒക്കെ നല്ല പരിപാടിയാണ്. സോണി ലൈവ് എൻ്റെ വലിയ സബ്സ്ക്രിപ്ഷൻ ഇല്ല. അതുപോലെ FTVയും വലിയ കുഴപ്പമില്ലാത്ത സംഭവമാണ്. Z5 വലിയ പ്രോബ്ലം ഇല്ലാത്തതാണ്. വെച്ചാൽ വൂട്ട് എനിക്ക് വലിയ യൂസ് ഇല്ല. അപ്പോൾ ഇവർ കുറച്ചും കൂടി നമ്മൾക്കിപ്പോൾ ആമസോൺ പ്രൈം അങ്ങനത്തെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് OTT പ്ലാറ്റ്ഫോംസ് ആഡ് ആയെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു എനിക്ക് തോന്നി. എനിക്ക് ആഡ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആമസോൺ പ്രൈം ഒന്നും ആഡ് ആവാൻ ചാൻസ് ഇല്ല. ഹോട്ട്സ്റ്റാർ പ്രീമിയം എന്തായാലും അവരുടെ വേറെ പ്ലാൻസിലുണ്ട്, പക്ഷേ ഇത് ഈ പ്ലാനിലില്ല കേട്ടോ ഹോട്ട്സ്റ്റാർ. പക്ഷേ കുറച്ചും കൂടി ഒരു ഫേമസ് ആയിട്ടുള്ള പ്ലാൻസ് ഇതുപോലെ C5നൊക്കെ പകരം വേറെ കുറച്ചും കൂടി ഫേമസ് ആയിട്ടുള്ള നെറ്റ്ഫ്ലിക്സ്. എന്തായാലും നെറ്റ്ഫ്ലിക്സ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. എന്താ വെച്ചാൽ റേറ്റ് നല്ല ഡിഫറൻസ് ഉണ്ട്. പിന്നെ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല, പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ മാർക്കറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു Z5 സോണി 5 ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ പ്ലാൻ ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് OTT പ്ലാറ്റ്ഫോംസും നിങ്ങളൊരു 100 Mbps പ്ലാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു പ്ലാനാണ് കേട്ടോ 749. ഞാൻ പറഞ്ഞല്ലോ 749 പ്ലസ് GST വരും. GST വരുമ്പോൾ എന്തായാലും 100 രൂപേൻ്റെ മുകളിൽ വരും. 740 പ്ലാനിന് കറക്റ്റ് നോക്കിയിട്ടില്ല ഞാൻ. എന്തായാലും ഒരു 950 റേഞ്ചിൽ വരും, 950 റേഞ്ചിൽ വരും, അല്ലെങ്കിൽ 950യുടെ താഴെ വരും. ആ റേഞ്ചിലാണ് വരിക. എന്താ വെച്ചാൽ 777 പ്ലാനിന് നമുക്ക് വരാറുള്ളത് 950, 960, 970 സംതിങ് ആണ് വരാറ്. അപ്പോൾ എന്തായാലും 950 ആ റേഞ്ചിലാണ് ഇത് നമുക്ക് ഈ പ്ലാൻ വരിക. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സൂപ്പർ സ്റ്റാർ പ്രീമിയം 1 എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. നമുക്കിത് നിങ്ങളിപ്പോൾ 599 അല്ലെങ്കിൽ 449 പ്ലാനൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലാനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ നമ്മുടെ ഓൺലൈൻ പ്രൊവൈഡർ ആയിട്ടുള്ള സെൽഫ് കെയറിൽ പോയാൽ മതി. ഡയറക്റ്റ് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഓഫീസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഡൗൺഗ്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങളിപ്പോൾ 999 പ്ലാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലാനിലേക്ക് മാറണമെങ്കിൽ നിങ്ങൾ ഓഫീസിൽ പോയിട്ട് ഒരു ലെറ്റർ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ വരുന്നത് ശരിക്കും ഇവർക്ക് രണ്ടും ഓൺലൈൻ ആക്കായിരുന്നു. അതിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു പരിപാടി മനസ്സിലായില്ല. അതൊരു ലോജിക്കില്ലാത്ത പരിപാടിയാണ്. നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഓൺലൈൻ ഡൗൺഗ്രേഡ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഡൗൺഗ്രേഡ് ആരും അധികം ചെയ്യാണ്ടിരിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത്. എന്ന് വെച്ചാൽ റേറ്റ് കുറവില്ല, അവർക്ക് കളക്ഷൻ കുറയും. അപ്പോൾ അതുകൊണ്ടായിരിക്കാം.
പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും പക്ഷേ ഇപ്പോൾ BSNL കുറേ കണക്ഷൻ പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെ ഒരു പരിപാടിയും കൂടി ആക്കാവുന്നതാണ്. ശരിക്കും ഒരു ഡൗൺഗ്രഡേഷനും ഓൺലൈൻ ആക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലതായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാ പ്ലാൻസും ആൾക്കാർക്ക് ട്രൈ ചെയ്ത് നോക്കാനുള്ളൊരു, പക്ഷേ മന്ത്ലി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഓരോ മന്തിലേ ചേഞ്ച് ആവുള്ളൂ. അതിൻ്റെ ബില്ല് വന്നിട്ട് അടുത്ത മന്താണ് ചേഞ്ച് ആവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം ഉപയോഗിച്ചിട്ട് മാറ്റാൻ പറ്റില്ല. അത് ഞാൻ ഓൾറെഡി പറയാമെന്ന്. കുറേ പേര് നമ്മൾ പ്ലാൻ അതിനെ ചേഞ്ച് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് ഇൻക്ലൂഡ് ചെയ്തതിൽ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാം. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് ഒന്ന് ഫോളോ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.